ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ഞാൻ പാർവതി ഗിരീഷ്. N4 ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. പ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായി കൂത്തമ്പലത്തിൽ കൂത്തു തുടങ്ങി. ഇനി 17 രാവുകളിലും കൂത്തുമാടം ഉണർന്നിരിക്കും. അജയ് വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വള്ളുവനാട്ടിലെ പ്രസിദ്ധമായ പാലപ്പുറം ചിനക്കത്തൂർക്കാവിലെ പൂരാഘോഷത്തോടനുബന്ധിച്ചുള്ള തോൽപ്പാവക്കൂത്തിന് തുടക്കമായി. കൊടിയേറ്റം വരെ 17 ദിവസങ്ങളിൽ കൂത്തുമാടത്തിൽ തോൽപ്പാവക്കൂത്ത് അരങ്ങേറും. ഫെബ്രുവരി 24-നാണ് ചരിത്രപ്രസിദ്ധമായ പാലപ്പുറം ചിനക്കത്തൂർ പൂരം. ഒരു കാലത്ത് അധകൃതന്റെ ഉല്ലാസവേളയായിരുന്നു വള്ളുവനാട്ടിലെ പൂരക്കാലങ്ങൾ. തമ്പ്രാക്കളെ പേടിക്കാതെ ക്ഷേത്രമുറ്റത്തിരുന്ന് തോൽപ്പാവക്കൂത്ത് കണ്ട് വായിക്കാൻ സാധിക്കാത്ത രാമായണം കണ്ടറിഞ്ഞ കാലം. ഇത് വള്ളുവനാട്ടിലെ പൂരക്കാലമാണ്. ഭഗവതി ക്ഷേത്രങ്ങളിൽ രാമായണ കഥ പറഞ്ഞ് തോൽപ്പാവക്കൂത്ത് ഇപ്പോഴും വെള്ളവിരിയിൽ നിറഞ്ഞാടുന്നുണ്ട്. ചിനക്കത്തൂരിൽ കൂത്ത് മുളയിട്ടാൽ പിന്നെ ഒറ്റപ്പാലത്തുകാർക്ക് പൊടിപൂരമാണ്. രാത്രിയുടെ 7-ാം യാമത്തിൽ കൂത്തുമാടത്തിൽ പാവകൾക്ക് ജീവൻ വയ്ക്കും. കമ്പരാമായണം കേൾക്കാൻ കുംഭമാസത്തിലെ നിലാവ് പോലും കാതോർക്കുമെന്ന് പഴമക്കാർ പറയുന്നു. ഭഗവതിക്കാവിലെ കൂത്തുമാടത്തിൽ 17 ദിവസമാണ് പാവക്കൂത്ത് നടക്കുക. കമ്പരാമായണത്തിലെ സേതുബന്ധനം മുതൽ ശ്രീരാമ പട്ടാഭിഷേകം വരെയുള്ള ഭാഗങ്ങളാണ് പാവകളിയിലൂടെ അവതരിപ്പിക്കുന്നത്. ദേവസ്വം കൂത്തോടെ തുടക്കം കുറിച്ച് പിന്നീടുള്ള 7 ദിവസങ്ങളിൽ തട്ടകത്തിലെ 7 ദേശീയ കമ്മിറ്റികളുടെ വകയാണ് തോൽപ്പാവക്കൂത്ത് നടക്കുക. തോൽപ്പാവക്കൂത്ത് സമാപിക്കുന്ന ദിവസമാണ് പൂരത്തിന് കൊടിയേറുക. 50 വർഷത്തെ കലാപാരമ്പര്യത്തിനുടമയായ സദാനന്ദ പുലവർക്കാണ് ഈ വർഷവും കൂത്തുമാടത്തിന്റെ ചുമതല. ആദ്യത്തെ ദിവസമാണ് സാധാരണത്തെ പോലെ തന്നെ കമ്പരാമായണത്തിൽ സേതുബന്ധനം മുതൽ തുടങ്ങി പട്ടാഭിഷേകം വരെ ഉള്ള ഭാഗങ്ങളാണ് 17 ദിവസങ്ങളായി ചിനക്കത്തൂർക്കാവിൽ അവതരിപ്പിക്കുക. ഈ വർഷവും അതേപോലെ തന്നെ ശ്രീരാമൻ സേതുബന്ധനം മുതലുള്ള ഭാഗങ്ങൾ കഴിഞ്ഞ് പട്ടാഭിഷേകം വരെ ഭാഗങ്ങളാണ് ഇക്കൊല്ലം അവതരിപ്പിക്കുക. ക്ഷേത്രത്തിലെ മേലേക്കാവിൽ നിന്ന് പകർന്നുകൊണ്ടുവരുന്ന ദീപം കൂത്തുമാടത്തിൽ തൂക്കിയിടുന്നതോടെയാണ് കൂത്തിന്റെ ചടങ്ങുകൾ തുടങ്ങുക. മേലേക്കാവിലെ ശാന്തി സന്ധ്യാവേല കൊട്ടും. ഇതിനുശേഷം മാത്രമേ മേലേക്കാവിന് മുൻപിൽ തായമ്പക ആരംഭിക്കാറുള്ളൂ. പിന്നീട് കേളിയും മദ്ദളപ്പറ്റും കുഴൽപ്പറ്റും നടക്കും. വെളിച്ചപ്പാട് താഴേക്കാവിൽ ഉറഞ്ഞുതുള്ളി പറവാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് കാവിനെ പ്രദക്ഷിണം വയ്ക്കുന്നത്. പിന്നീട് മേലേക്കാവിലെത്തുന്ന വെളിച്ചപ്പാടിനെ ശാന്തി ചെണ്ടകൊട്ടി സ്വീകരിക്കും. ഭഗവതിയുടെ തിരുനടയിൽ വെളിച്ചപ്പാട് നൃത്തം വെച്ച ശേഷമാണ് കൂത്തുമാടം കൊട്ടിക്കയറൽ ചടങ്ങ് നടക്കുന്നത്. മേലേക്കാവിൽ നിന്ന് നേരെ കൂത്തുമാടത്തിലെത്തുന്ന വെളിച്ചപ്പാട് മാടത്തിനൊരു വലം വെക്കണമെന്നാണ് ആചാരം. പിന്നീട് മാടത്തിൽ അരിയെറിഞ്ഞ് കൂത്തു തുടങ്ങാനുള്ള അനുവാദം നൽകും. ഒപ്പം മാടപ്പുലവർക്ക് കൽപ്പനയും നൽകും. ഇതിനുശേഷമാണ് മാടത്തിൽ ചെറിയ കേളിയും കുഴൽപ്പറ്റും നടക്കുക. തുടർന്ന് മാടച്ചിന്ത് പാടും. ഇത് അവസാനിക്കുന്നതോടെയാണ് മാടത്തിനുള്ളിൽ വിളക്കമാടത്തിൽ നിരത്തിവെക്കുന്ന 22 നാളികേര മുറികളിൽ തിരി നിരത്തുക. മങ്കര ഗ്രാമപഞ്ചായത്തിൽ SC വിഭാഗം ലൈഫ് ഭവനരഹിത പട്ടികയിൽ ഇടം നേടിയവരെ SC പ്രൊമോട്ടർ അവഗണിച്ചതായി പരാതി. മങ്കര ഗ്രാമപഞ്ചായത്തിൽ 2019-20 വർഷത്തെ ഭവനരഹിത ഭൂരഹിത പദ്ധതിയുടെ ഗുണഭോക്തൃ ലിസ്റ്റിൽ മുൻഗണനാക്രമം തെറ്റിച്ച് സ്ഥലം നൽകിയെന്നും കൂടാതെ അതിൽ ഉൾപ്പെടുന്ന വ്യക്തി പെർമിറ്റിന് അപേക്ഷ നൽകിയെന്നും അതിനാൽ മുൻഗണനാക്രമം തെറ്റിച്ച് നൽകിയ വ്യക്തിയിൽ നിന്ന് തുക തിരിച്ചു പിടിച്ചു നൽകണമെന്നും അർഹരായ ഗുണഭോക്താക്കൾക്ക് മുൻഗണനാക്രമം പാലിച്ചു തന്നെ പദ്ധതി വിഹിതങ്ങളും മറ്റും നൽകണമെന്നും ഭരണസമിതിയുടെ ലിസ്റ്റ് മറികടന്നുകൊണ്ട് സ്വന്തം താൽപര്യപ്രകാരം ഇഷ്ടപ്പെട്ട വ്യക്തികൾക്ക് ഗുണഭോക്തൃ വിഹിതം നൽകിയ SC പ്രൊമോട്ടർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും വാർഡ് മെമ്പർ രതീഷ് കുമാർ ആവശ്യപ്പെട്ടു. ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിലും 13-ാം വാർഡിലും അതായത് ഭൂരഹിത
പഞ്ചായത്ത് ഭവനരഹിതരുടെ ലിസ്റ്റ് 2019-20 ലിസ്റ്റിൽ 1-ാം പേര് പ്രമോദ് ഭരതക്കാടും 2 രേഷ്മ ഭരതക്കാടും അതിൽ 4-ാമത് ജാനു അങ്ങനെയാണ് ഉള്ളത്. എസ് സി പ്രൊമോട്ടറിൻ്റെ രാഷ്ട്രീയ സ്വാധീനം മൂലം ഇവരെ മറികടന്ന് 5, 6, 9 പേരെ കൊടുത്തിരിക്കുന്നു. ഇവർ ഈ ഗുണഭോക്താക്കളൊക്കെ അന്വേഷിക്കുമ്പോഴും ഞാൻ അന്വേഷിക്കുമ്പോഴും എസ് സി പ്രൊമോട്ടർ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഫണ്ടിൻ്റെ അപര്യാപ്തം മൂലം കൊടുക്കാതെയാണ് ഫണ്ട് വരുന്ന മുറയ്ക്ക് കൊടുക്കും. ഞങ്ങൾക്ക് ചോദിക്കാനുള്ള 1-നും 2-നും 3-നും 4-നും കൊടുക്കാൻ പറ്റാത്ത എസ് സി പ്രൊമോട്ടർ എങ്ങനെ 5, 6 മുതൽ 9 വരെ കൊടുക്കുക? ആ ഫണ്ട് ഇവർക്ക് എവിടെ നിന്ന് കിട്ടി? തികച്ചും രാഷ്ട്രീയം കളിക്കുന്ന എസ് സി പ്രൊമോട്ടർ. ഇവരൊക്കെ ഇരിക്കുന്ന വാടക വീട്ടിലായിരിക്കുന്നു. ഈ 3 കുഞ്ഞുങ്ങളെ കൊണ്ട് വാടക വീട്ടിലായിരിക്കുന്നു. ആ കുട്ടി അവിടെ പോയതാണ്. എസ് സി പ്രൊമോട്ടർ ആ കുട്ടി വീട്ടിൽ പോയിട്ട് രേഖകൾ ഉണ്ടാക്കണം. ആ രേഖകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. രേഷ്മയുടെ വീട്ടിൽ പോയിട്ട് ആ കുട്ടി രേഖ പോലും ഉണ്ടാക്കിയിട്ടില്ല. രേഷ്മയുടെ വീട്ടിൽ പോയി എന്തൊക്കെ പേപ്പർ ഉണ്ടാക്കണമെന്നോ ഒന്നും കൊണ്ടില്ല. ആ കുട്ടി തികച്ചും രാഷ്ട്രീയം കളിക്കാൻ എസ് സി പ്രൊമോട്ടറുടെ യോഗ്യതയല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഒറ്റപ്പാലം വെസ്റ്റ് യൂണിറ്റ് സമ്മേളനം ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഒറ്റപ്പാലം വെസ്റ്റ് യൂണിറ്റ് വാർഷിക സമ്മേളനവും പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു. ഒറ്റപ്പാലം കണ്ണിയമ്പറം UP സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു. സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ സബ്സിഡി നിരക്കിലുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വെസ്റ്റ് യൂണിറ്റ് സമ്മേളനത്തിൽ പ്രമേയമായി അവതരിപ്പിച്ചു. പെൻഷൻ പരിഷ്കരണ ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക, മെഡിസെപ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗം ഉന്നയിച്ചു. സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് M. അമൃതവല്ലി അധ്യക്ഷയായി. ബ്ലോക്ക് സെക്രട്ടറി NM. നാരായണൻ നമ്പൂതിരി, യൂണിറ്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ തൃക്കങ്ങോട്, U. സരസ്വതി, KN. സുമ, T. രാധാകൃഷ്ണൻ, P. കൃഷ്ണൻകുട്ടി, K. പഴനൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ വെച്ച് M. അമൃതവല്ലിയെ പ്രസിഡന്റായും ബാലകൃഷ്ണൻ തൃക്കങ്ങോടിനെ സെക്രട്ടറിയായും U. സരസ്വതിയെ ഖജാൻജിയായും തെരഞ്ഞെടുത്തു. ഇനിയൊരിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ. ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഫെബ്രുവരി 10 മുതൽ 14 വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ. വാർത്തകൾ തുടരുന്നു. മുൻഗണനാ റേഷൻ കാർഡ് വിതരണം ജില്ലാതല ഉദ്ഘാടനം നടന്നു. മുൻഗണനാ റേഷൻ കാർഡിനായി നവകേരള സദസ്സിലും ഓൺലൈനായും നൽകിയ അപേക്ഷകളിൽ അർഹരായവർക്ക് കാർഡുകൾ വിതരണം ചെയ്തു. ജില്ലാതല വിതരണോദ്ഘാടനം ചിറ്റൂർ മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ വൈദ്യുത വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. ചിറ്റൂർ താലൂക്കിൽ ഓൺലൈനായി മുൻഗണനാ കാർഡിനായി ലഭിച്ച 1524 അപേക്ഷകളിൽ 1110 കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റി നൽകാൻ അനുമതി ലഭിച്ചു. അതിൽ 100 കാർഡുടമകൾക്ക് അറിയിപ്പ് നൽകി. അറിയിപ്പ് ലഭിച്ചവർക്ക് ഫെബ്രുവരി 7 മുതൽ അക്ഷയ മുഖാന്തിരം മുൻഗണനാ കാർഡുകൾ പ്രിന്റ് എടുക്കാം. നവകേരള സദസ്സിലും ഓൺലൈനിലുമായി അപേക്ഷ ലഭിച്ച 11 പേർക്കുള്ള മുൻഗണനാ കാർഡുകളുടെ വിതരണം മന്ത്രി നിർവഹിച്ചു. ബാക്കി 414 പേരുടെ റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിൽ ഒഴിവ് വരുന്ന മുറയ്ക്ക് തരം മാറ്റി നൽകും. ചിറ്റൂർ താലൂക്കിൽ നിലവിൽ AY വിഭാഗത്തിൽ 9460, PHH വിഭാഗത്തിൽ 63027, NPS വിഭാഗത്തിൽ 16518, NPNF വിഭാഗത്തിൽ 39798, NPI വിഭാഗത്തിൽ 115 എന്നിങ്ങനെയാണ് റേഷൻ കാർഡ് ഉടമകളുടെ കണക്ക്.
ഇതുവരെ പൊതുവിഭാഗത്തിൽ നിന്നും 1550 കാർഡുകളും PHH വിഭാഗത്തിൽ നിന്നും 17,800 കാർഡുകളും NPF വിഭാഗത്തിൽ നിന്നും 1 കാർഡും AIY വിഭാഗത്തിലേക്ക് തരം മാറ്റി നൽകി. 25 ST കാർഡുകൾ AY കാർഡാക്കി മാറ്റുന്നതിനുള്ള പട്ടിക സർക്കാരിന് നൽകി. ഗുരുതര രോഗബാധിതർക്ക് അടിയന്തര ചികിത്സയ്ക്കായി പ്രത്യേക പരിഗണന നൽകി എല്ലാ മാസവും 20-ന് ലിസ്റ്റ് തയ്യാറാക്കി നൽകിയതിൽ ഇതുവരെ 127 കാർഡുകൾ അനുവദിച്ചു. അനർഹരെ കണ്ടെത്തി 725 റേഷൻ കാർഡുകൾ പൊതുവിഭാഗത്തിലേക്ക് മാറ്റി. പിഴയിനത്തിൽ 28,21,147 രൂപ ഈടാക്കി. പാലപ്പുറം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയം ആഘോഷിച്ചു. പാലപ്പുറം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വിപുലമായ പരിപാടികളോടുകൂടി തൈപ്പൂയ മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ 7 ദിവസങ്ങളിലായി തൈപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധതരം പരിപാടികളോടുകൂടിയാണ് സംഘടിപ്പിച്ചത്. തുടർന്ന് അവസാന ദിവസമായ തൈപ്പൂയ നാളിൽ ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകൾ, സുബ്രഹ്മണ്യ സഹസ്രനാമജപം, തുടർന്ന് ഉച്ചയ്ക്ക് അന്നദാനം എന്നിവയുണ്ടായി. വൈകുന്നേരം ചിനക്കത്തൂർ മാതൃസമിതി അവതരിപ്പിച്ച ഭജന, സർപ്പപ്പാട്ട് തുടങ്ങിയവയും നടന്നു. രഥമെഴുന്നള്ളിപ്പിനായി കാവടി, താലം, മേളം എന്നിവയുടെ അകമ്പടിയോടുകൂടി ചിനക്കത്തൂർ കാവിലേക്ക് പുറപ്പെട്ടു. തുടർന്ന് വൈകുന്നേരം 6:30 ചിനക്കത്തൂർ കാവിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് തിരിച്ചെത്തി. മലമ്പുഴയിൽ സംഘടിപ്പിച്ച ഫ്ലവർ ഷോയ്ക്ക് സമാപനമായി. മലമ്പുഴ ഉദ്യാനത്തിൽ കഴിഞ്ഞ 6 ദിവസങ്ങളായി നടന്നുവന്ന പൂക്കാലം ഫ്ലവർ ഷോ സമാപിച്ചു. സമാപന പരിപാടി A. പ്രഭാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. പുഷ്പമേള വിജയകരമായി പൂർത്തിയാക്കാനായതായി MLA പറഞ്ഞു. മലമ്പുഴ ഉദ്യാനത്തിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിനും പഴയ പ്രതാപം വീണ്ടെടുക്കുന്നതിനും പരീക്ഷണമെന്ന നിലയിലാണ് പുഷ്പമേള സംഘടിപ്പിച്ചത്. വലിയ ജനപങ്കാളിത്തമാണ് പുഷ്പമേളയിലുണ്ടായത്. വരും വർഷങ്ങളിൽ പഴയ പ്രതാപം വീണ്ടെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്നും MLA പറഞ്ഞു. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ അധ്യക്ഷയായി. മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. ബിജോയ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ, DTPC സെക്രട്ടറി SP സിൽബർട്ട് ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ചെറുമുണ്ടശ്ശേരി സ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. നാട്ടുരുചികളുമായി കൂട്ടുകൂടൂ, ആരോഗ്യം സംരക്ഷിക്കൂ എന്ന സന്ദേശ പ്രചരണാർത്ഥം ചെറുമുണ്ടശ്ശേരി UP സ്കൂളിൽ രുചിക്കൂട്ട് എന്ന പേരിൽ നാടൻ വിഭവങ്ങളുടെ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. വിദ്യാലയത്തിലെ ശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടിയിൽ കിണ്ണത്തപ്പം, പൂവട, ഗോതമ്പ് ഇലയട, റാഗിപ്പുട്ട്, മുട്ടപ്പാലട, ഓമക്കായ, എരിശ്ശേരി, പുളിയിഞ്ചി, പാൽപ്പായസം, പാലടപ്പായസം, ബിസ്ക്കറ്റപ്പം, പത്തിരി, സ്പോഞ്ച് കേക്ക്, ശർക്കര വരട്ടി, ചക്കവറവ്, ഉണ്ണിയപ്പം, വട്ടപ്പത്തിരി, പഴംപൊരി, പരിപ്പുവട, ഗോതമ്പ് നൂൽപുട്ട്, പപ്പടവട, ഇടിച്ചക്ക, കട്ട്ലറ്റ് തുടങ്ങി 100-ലധികം വ്യത്യസ്ത വിഭവങ്ങളാണ് ഒരുക്കിയത്. കുട്ടികൾക്ക് രുചിച്ചു നോക്കാനും അവസരം നൽകി. പ്രധാനാധ്യാപിക KA സീതാലക്ഷ്മി, ശാസ്ത്ര ക്ലബ് കൺവീനർ N. അച്യുതാനന്ദൻ, K. മഞ്ജു, BP ഗീത, CP ജലജ, N. ജിജി, CP മുഹമ്മദ് മൻസൂർ, KU റിസ്ല എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. രുചിക്കൂട്ട് എന്നാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ പേര്. നാട്ടുരുചികളുമായി കൂട്ടുകൂടാം, ആരോഗ്യം സംരക്ഷിക്കാം എന്നതാണ് ഇതിൻ്റെ മുദ്രാവാക്യം. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ ധാരാളം മായം കലർന്നിരിക്കും, മാത്രമല്ല വിഷാംശവും കലർന്നിരിക്കും. അതൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ പിടിപെടും. ഇന്നിപ്പോൾ പത്രത്തിലെ ഭക്ഷ്യവിഷബാധയെക്കുറിച്ച് ഒരുപാട് വാർത്തകളൊക്കെ വരുന്ന നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ്, മായം കലരാത്ത ഭക്ഷണമാണ്, വിഷവിമുക്തമായ ഭക്ഷണമാണ്. അതാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പം നമ്മളെല്ലാവരും പുറത്തു നിന്നുള്ള ഭക്ഷണശീലങ്ങൾ ഒഴിവാക്കുക. കഴിയുന്നതും നമ്മുടെ വീട്ടിൽ തന്നെ ആരോഗ്യപരമായ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് കഴിക്കുക. അതാണ് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. ഈ മുദ്രാവാക്യം അല്ലെങ്കിൽ ഈ കാര്യം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രുചിക്കൂട്ട് എന്ന പേരിൽ നമ്മൾ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അപ്പോൾ കുട്ടികളെ, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിയുന്നത് ഒഴിവാക്കുക. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന രുചികരമായ നാടൻ ഭക്ഷണം നമ്മൾ ഉപയോഗിക്കുക. അതുകൊണ്ട് മാത്രമേ നമ്മുടെ ആരോഗ്യം നന്നാവുകയുള്ളൂ. നമ്മുടെ ആരോഗ്യത്തോടെ, ആരോഗ്യമുള്ള മനസ്സോടെയും ആരോഗ്യമുള്ള ശരീരത്തോടെയും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക, വീട്ടിലെ ഭക്ഷണം ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്യില്ലേ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. NSA ജ്വല്ലറി, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ഓപ്പോസിറ്റ് KRK കല്യാണ മണ്ഡപം, പട്ടിക്കര, പാലക്കാട്. കരിമ്പനകളുടെയും പുഞ്ചപ്പാടങ്ങളുടെയും നാടായ പാലക്കാടിന്റെ തിലകക്കുറിയായി NSA ജ്വല്ലറി. മൊബൈൽ
903779 943671 94470 40615 98470 40616. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. തൃത്താലയിൽ വിവിധ റോഡുകളുടെ ഉദ്ഘാടനം നടന്നു. 2022-23 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ വകയിരുത്തി പുനരുദ്ധാരണം നടത്തിയ കുണ്ടുകാട് പൂലരി പട്ടിത്തറ റോഡ് 2022-23 സാമ്പത്തിക വർഷം MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം വകയിരുത്തിയ പൂലരി കൊടലിൽ പാലക്കൽ ശിവക്ഷേത്രം റോഡ്, തൃത്താല മണ്ഡലത്തിലെ MLA ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച മലഞ്ചേരും ശേഖരപുരം റോഡ് എന്നിവ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അതത് റോഡുകളുടെ പരിസരത്ത് നടന്ന പരിപാടിയിൽ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പൂക്കോട്ടുകാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ പദവി. പൂക്കോട്ടുകാവ് കുടുംബാരോഗ്യ കേന്ദ്രം ദേശീയ ഗുണനിലവാര പട്ടികയിൽ ഇടം പിടിച്ചു. 2023 കേരളത്തിൽ 4 സ്ഥാപനങ്ങളാണ് പൂക്കോട്ടുകാവ് ഉൾപ്പെടെ ഇതിന് അർഹത നേടിയത്. പാലക്കാട് ജില്ലയിൽ പൂക്കോട്ടുകാവ് മാത്രം മാസങ്ങൾ നീണ്ടുനിന്ന തയ്യാറെടുപ്പിന്റെയും പരിശോധനയുടെയും തുടർച്ചയായാണ് ഈ പദവി നേടിയെടുത്തത്. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശോകന്റെ നേതൃത്വത്തിലുള്ള ഹെൽത്ത് ടീമിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചത് മിടുക്കരായ 2 ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരാണ്, സുരേഷും വിനോദും. പഞ്ചായത്ത് ഭരണസമിതി സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു നൽകി. നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് ലഭിക്കാൻ 100-ൽ 85 പോയിന്റ് വേണമെന്നിരിക്കെ 93 പോയിന്റ് നേടിയാണ് പൂക്കോട്ടുകാവ് ഈ നേട്ടം കൈവരിച്ചത്. പ്രഖ്യാപന യോഗം ഒറ്റപ്പാലം MLA K പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് P ജയശ്രീ, ജില്ലാ പഞ്ചായത്ത് അംഗം K ശ്രീധരൻ, ഹരിശങ്കർ മുന്നൂർക്കോട്, S അജിത് കുമാർ, K ജയദേവൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ റീത്ത, KP മനോജ്, ഡോക്ടർ അശോകൻ, K അശോക് കുമാർ, ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചരിത്രത്തിൽ ഇന്ന് ആന്റൺ ചെക്കോവ് ജന്മദിനം. ഒരു റഷ്യൻ ചെറുകഥാകൃത്തും നാടകൃത്തുമായിരുന്നു ആന്റൺ പ്ലാവോവിച്ച് ചെക്കോവ്. തെക്കേ റഷ്യയിലെ ടാഗൻറോഗ് എന്ന സ്ഥലത്ത് 1860 ജനുവരി 29 ജനനം. ക്ഷയരോഗം ബാധിച്ച് ജർമ്മനിയിലെ ബാദന്യൂലർ എന്ന സ്ഥലത്തെ എൽസ്പോയിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിന്റെ ചുരുങ്ങിയ കാലത്തെ നാടകരചനാ ജീവിതം 4 ക്ലാസിക്കുകൾ പ്രദാനം ചെയ്തു. ചെക്കോവിന്റെ ഏറ്റവും നല്ല ചെറുകഥകളെ ലോകം മുഴുവൻ എഴുത്തുകാരും നിരൂപകരും ആദരവോടെ കാണുന്നു. ചെക്കോവിന്റെ സാഹിത്യ ജീവിതകാലം മുഴുവൻ ഒരു ഡോക്ടറായി രോഗികളെ ചികിത്സിച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: വൈദ്യശാസ്ത്രം എൻ്റെ നിയമപരമായ ഭാര്യയാണ്, സാഹിത്യം എൻ്റെ വെപ്പാട്ടിയും. ദ സീകൾ എന്ന നാടകത്തിന് ലഭിച്ച ശോചനീയമായ വരവേൽപ്പിനെ തുടർന്ന് ചെക്കോവ് നാടകരചന 1896 ഉപേക്ഷിച്ചു. എന്നാൽ കോൺസ്റ്റന്റിൻ സ്റ്റാനിസ്ലാവിക്കിയുടെ മോസ്കോ ആർട്ട് തിയേറ്റർ ഈ നാടകം പുനരവതരിപ്പിച്ചതോടെ നിരൂപക പ്രശംസ നേടി. അങ്കിൾ വാനിയ എന്ന നാടകവും ചെക്കോവിന്റെ അവസാനത്തെ 2 നാടകങ്ങളായി. ദ 3 സിസ്റ്റേഴ്സ്, ദ ചെറി ഓർച്ചാർഡ് എന്നിവയും ഈ നാടക ഗ്രൂപ്പ് അവതരിപ്പിച്ചു. ഈ 4 നാടകങ്ങളും അവതരിപ്പിക്കുന്ന അഭിനേതാക്കൾക്കും കാണികൾക്കും ഒരു പ്രത്യേക വെല്ലുവിളിയാണ്. കാരണം സാധാരണ നാടകങ്ങളെ അപേക്ഷിച്ച് ചെക്കോവ് ഒരു ഭാവങ്ങളുടെ നാടകവേദിയും അക്ഷരങ്ങളിൽ മുങ്ങിയ ജീവിതത്തിന്റെ പ്രതീതിയും ജനിപ്പിക്കുന്നു. എല്ലാവരും ഈ വെല്ലുവിളി അംഗീകരിച്ചില്ല. ലിയോ ടോൾസ്റ്റോയ് ചെക്കോവിനോട് ഇങ്ങനെ പറഞ്ഞു എന്ന് വിശ്വസിക്കപ്പെടുന്നു:
എങ്കിലും ടോൾസ്റ്റോയ് ചെക്കോവിന്റെ ചെറുകഥകളെ ആസ്വദിച്ചു. ചെക്കോവ് ആദ്യകാലത്ത് പണത്തിനു വേണ്ടി മാത്രമായിരുന്നു ചെറുകഥകൾ എഴുതിയത്. എങ്കിലും അദ്ദേഹത്തിന്റെ കലാപരമായ ആഗ്രഹങ്ങൾ വർദ്ധിച്ചപ്പോൾ ആധുനിക ചെറുകഥയുടെ പരിണാമത്തെ തന്നെ സ്വാധീനിച്ച സൃഷ്ടിപരമായ പരീക്ഷണങ്ങൾ ചെക്കോവ് തന്റെ കഥകളിൽ നടത്തി. വിർജീനിയ വുൾഫ്, ജെയിംസ് ജോയ്സ് തുടങ്ങിയവർ ഉപയോഗിച്ച ബോധധാരാ ശൈലി രൂപപ്പെടുത്തിയത് ചെക്കോവ് ആയിരുന്നു. യാഥാസ്ഥിക കഥകളിലുള്ള സന്മാർഗീയതയുടെ അന്തിമ വിജയം എന്ന ആശയത്തെ തന്റെ കഥകളിൽ ചെക്കോവ് നിരാകരിച്ചു. ഇത് വായനക്കാരിൽ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾക്ക് ചെക്കോവ് ഒരിക്കലും ക്ഷമ പറഞ്ഞില്ല. ചെക്കോവിന്റെ അഭിപ്രായത്തിൽ ഒരു കലാകാരന്റെ ഭാഗം ചോദ്യങ്ങൾ ചോദിക്കുക എന്നതാണ്, അവയ്ക്ക് ഉത്തരം നൽകുക എന്നതല്ല. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.